നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു യു പി എസ് സി ലൈക്ക് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇൻഫർമേഷൻസ് കിട്ടാനോ ഫാക്ട്സ് പഠിക്കാനോ വേണ്ടിയല്ല, യു പി എസ് സി മോഡൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് വെച്ച് കോമൺ സെൻസ് വെച്ച് ഉത്തരത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് യു പി എസ് സി പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതേപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ ആപ്ലിക്കേഷൻ ലെവലുള്ള ചിന്തിച്ച് എത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ തെറ്റിക്കുമ്പോഴാണ് നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്കില്ല് ഗ്രൂം ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ സൈലം IAS ക്രിയേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യുക, ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ കാണുക. ഓക്കെ. The term dark factory offered in news is related to a manufacturing unit that relies entirely on renewable energy and energy storage system. Industrial facility designed to operate under low light condition to reduce energy consumption. A fully automated manufacturing facility operating without human interference. A production system that use only additive manufacturing technology. ആ പേരിൽ തന്നെ ഡാർക്ക് ഫാക്ടറി, ഡാർക്ക് ആയിട്ടുള്ളൊരു ഫാക്ടറി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി യൂസ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് നമ്മൾ ഡാർക്ക് ഫാക്ടറി എന്ന് വിളിക്കുന്നത്. ആ ഡാർക്ക് ഫാക്ടറി എന്ന് പറയുന്ന ടേമും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതേപോലെ തന്നെ അഡിറ്റീവ് മാനുഫാക്ചറിങ് മാത്രം ഉപയോഗിക്കുന്നതിനെയാണ് ഡാർക്ക് ഫാക്ടറി എന്ന് വിളിക്കുന്നത്. അതും അഗെയിൻ ഡസൻ മേക്ക് സെൻസ്. ബി അല്ലെങ്കിൽ സി ആവാനാണ് സാധ്യത. ഇതിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഫാക്ടറി ഏതാ? ബി പറയുന്നത് ലോ ലൈറ്റ് കണ്ടീഷൻസ്, എനർജി കൺസപ്ഷൻ യൂസ് ചെയ്ത് ലോ ലൈറ്റ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്ന ഫാക്ടറിനെയാണ്, എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഫങ്ഷൻ ചെയ്യുന്ന ഫാക്ടറിയാണ് ഡാർക്ക് ഫാക്ടറി എന്ന് വിളിക്കുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഒന്നുമില്ലാതെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീനെയാണ് ഡാർക്ക് ഫെസിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ബി കറക്റ്റ് തോന്നാനാണ് സാധ്യത, കാരണം ലോ ലൈറ്റ് കണ്ടീഷൻസ് എന്ന് വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എഗെയിൻ അവിടെ ലൈറ്റ് ഉണ്ട്. ഇതിൽ ലൈറ്റ് ഒട്ടും വേണ്ടാത്ത സെറ്റപ്പ് എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻ്റർഫറൻസേ വേണ്ടാത്ത സ്ഥലമാണ്. ഹ്യൂമൻ ഇൻ്റർഫറൻസിൽ പിന്നെ എന്തിനാ ലൈറ്റ്? ശരിക്കും ഡാർക്ക് ഫാക്ടറിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻ്റർഫറൻസ് കുറച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. എനർജി കൺസപ്ഷൻ അല്ല ഡാർക്ക് ഫാക്ടറിയുടെ പർപ്പസ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഫാക്ടറി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സി ആണ്. അവിടെ മെഷീൻസ് മാത്രമേ ഉള്ളൂ, പിന്നെ എന്തിനാ ലൈറ്റ്? സോ ആൻസർ ഈസ് സി. ഇതൊരു ടിപ്പിക്കൽ UPSC മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്റ്റ് യുവർ ചാൻസസ് ഓഫ് ക്ലിയറിംഗ് പ്രിലിംസ്. ഓക്കെ.